ദൈവനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. പ്രിയ ദൈവമക്കളെ, വീണ്ടും നമുക്ക് ദൈവത്തിൻ്റെ തിരുവചനവുമായിട്ട് ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഒന്നിച്ചായിരിക്കാൻ വലിയവനായ ദൈവം നമുക്ക് നൽകി തന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ക്വാർട്ടറിലെ രണ്ടാമത്തെ പാഠത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. കഴിഞ്ഞ ഒരു പാഠം നമ്മൾ പഠിച്ചു. പുറപ്പാട് പുസ്തകത്തെ ആധാരമാക്കിക്കൊണ്ട് നമുക്ക് അല്പമായിട്ട് ചിന്തിക്കുവാൻ ദൈവജനത്തിൻ്റെ വിടുതലിനെ സംബന്ധിച്ച ദൈവിക പദ്ധതികളും ദൈവത്തിൻ്റെ ആലോചനകളും ദൈവം തിരഞ്ഞെടുത്ത ഉപാധികളെയും നിയോഗിക്കപ്പെട്ട വ്യക്തികളെയും സന്ദർഭങ്ങളെയൊക്കെ നമുക്ക് അല്പമായിട്ട് ചിന്തിക്കുവാൻ ഇടയായി തീർന്നു. തുറന്നു വരുന്ന ഭാഗമാണ് നമ്മൾ ഈ പാഠത്തിൽ ചിന്തിക്കുവാൻ പോകുന്നത്. ഈ പാഠം ഒന്നിച്ച് പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും സഹായിച്ച് നാം ചിന്തിക്കുന്ന പാഠങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനും അതിന് പ്രകാരം നമുക്ക് ജീവിപ്പാനും നമുക്കുള്ള ദൂതുകൾ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാമും ഒരു സ്വർഗീയ കനാലിലേക്കുള്ള പുറപ്പാടിൻ്റെ സമയത്ത് ആയിരിക്കുന്ന ജനമാണെന്ന തിരിച്ചറിവ് കൂടുതൽ ദൈവസന്നിധിയിൽ ഒരുക്കമുള്ളവരും പ്രാർത്ഥനയുള്ളവരും വിശ്വാസമുള്ളവരായിട്ട് നിലനിൽപ്പം തക്കവണ്ണം ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പാഠപഠനത്തിലേക്ക് പ്രവേശിക്കുന്ന മുമ്പ് നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. എവിടെയെങ്കിലും സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, നല്ല ദൈവമേ, തിരുനാമത്തിന് നന്ദിയുടെ കർത്താവെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ വചന കർത്താവിടെ ഞങ്ങൾക്ക് ഒന്നിച്ച് ധ്യാനിപ്പാൻ തക്കവണ്ണം തൻ്റെ കർത്താവെ സമയത്തെ ഓർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എവിടെയെങ്കിലും പാഠം പഠിക്കുമ്പോൾ കർത്താവെ തിരുസാന്നിധ്യം എവിടെയെങ്കിലും കൂടെ ഇരിക്കണം. ചിന്തിക്കുന്ന വചനങ്ങളൊക്കെ കർത്താവെ എവിടെയെങ്ങൾക്ക് അനുഗ്രഹമായിരിക്കാൻ അവിടുന്ന് സഹായിക്കണം. ഈ പാഠത്തെ സംബന്ധിക്കുന്ന എല്ലാ തിരുമക്കളെയും കർത്താവെ അവിടുത്തെ അനുഗ്രഹത്താൽ അവിടുന്ന് വഴി നടത്തുകയും പരിപാലിക്കുകയും ചെയ്യണം. മാനമൊത്ത കർത്താവ് എടുക്കണം. എല്ലായിടങ്ങൾക്ക് ആ ജീവനെ തന്ന യേശുവിൻ്റെ ധന്യനാമത്തിൽ ചോദിക്കുമ്പോൾ കവിടെയാക്കണം എന്നുള്ള ദൈവമേ, ആമേൻ. പ്രിയ മക്കളെ, നമുക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ പാഠത്തിലേക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. രണ്ടാമത്തെ പാഠത്തിൻ്റെ തലക്കെട്ട് കത്തുന്ന മുൾപടർപ്പ് എന്നാണ്. മനപ്പാഠവാക്യം എടുത്തിരിക്കുന്നത് പുറപ്പാട് 3-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങളാണ്. അത് ഇങ്ങനെ വായിക്കുന്നു. യഹോവ അരുളിച്ചെയ്തു, മിസ്രയീമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളി ഞാൻ കേട്ടു. അവരുടെ സങ്കടങ്ങൾ എനിക്കറിയാം. അതുകൊണ്ട് മിസ്രയീമ്യരുടെ കയ്യിൽ നിന്ന് അവരെ വിടുവിക്കാനും ആ ദേശത്തു നിന്ന് അവരെ നല്ലതും വിശാലവുമായ ഒരു ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ഒരു ദേശത്തേക്ക് കൊണ്ടുപോകാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു എന്നാണ് മനപ്പാഠവാക്യം നമ്മോട് പറയുന്നത്. നാം ആദ്യമായിട്ട് ഇതിൻ്റെ ആമുഖത്തിൽ കാണുന്നത് ദൈവത്തിൻ്റെ വിളിയാണ്. ദൈവം തൻ്റെ ജനത്തെ മിസ്രയീമിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ആലോചന പ്രകാരം, ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ഒരുക്കപ്പെട്ട ഒരു നേതാവാണ്, വ്യക്തിയാണ് മോശ എന്ന് നമ്മൾ ആമുഖത്തിൽ അല്പമായിട്ട് കണ്ടു. ആ മോശയെ ദൈവജനത്തിൻ്റെ വിടുതലിന് വേണ്ടി ഒരുക്കുവാൻ ദൈവം മോശയെ പരിശീലിപ്പിക്കുവാൻ തിരഞ്ഞെടുത്ത വഴികളും അതിന് മുഖാന്തരമുള്ള പശ്ചാത്തലവും നാം വളരെ ആഴമായിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതാണ്. കാരണം പലപ്പോഴും ദൈവ ശുശ്രൂഷയിലും ദൈവവേലയിലും നാം ഓരോരുത്തരും വ്യത്യസ്തമായ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുന്നവരും വ്യത്യസ്തമായ ഉത്തരവാദിത്വങ്ങൾ നാം ചെയ്യുന്നവരും ആകുന്നു.
നമ്മുടേതായ ഉത്തരവാദിത്തങ്ങൾ നാം ചെയ്യുമ്പോൾ ഓരോ കാര്യങ്ങളും നാം എത്രമാത്രം ആലോചനയോടും ചിന്തയോടും അതിനെക്കുറിച്ച് നല്ലതുപോലെ നാം പഠിച്ച് അത് മനസ്സിലാക്കി നാം ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് എന്ന് നല്ല പൂർണ്ണമായ ബോധ്യത്തോടു കൂടി വിശ്വാസത്തോടു കൂടി നാം ചെയ്യുമ്പോഴാണ് നാം ചെയ്യുന്ന ആ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം അല്ലെങ്കിൽ അതിൻ്റെതായ ഒരു അനുഭവം പരിണതഫലം തുടർന്നുണ്ടാവുന്നത് എന്ന് നമുക്ക് അറിയാം. ദൈവം ഒരു ദൗത്യത്തിനായിട്ട് വ്യക്തികളെ വിളിക്കുമ്പോൾ അവരെ വിളിക്കുക മാത്രമല്ല ചെയ്യുന്നത്, ദൈവം ഏൽപ്പിക്കാൻ പോകുന്ന ആ ദൗത്യം അതെന്താണ് എന്ന് അവരെ പഠിപ്പിക്കുവാനും അതിന് വേണ്ട പരിശീലനം, അറിവ്, ക്ഷമ, അതിനുള്ള ഒരുക്കങ്ങൾ അവരുടെ ജീവിതത്തിൽ അവർക്ക് ഉണ്ടാവണമെന്നും ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം ദൈവം ഏൽപ്പിക്കുന്നതായ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് അത് ചെയ്യുവാനും എന്ന് ദൈവം നിശ്ചയിക്കുന്നത് കൊണ്ട് പലപ്പോഴും ദൈവം പല ദൗത്യത്തിനുമായിട്ട് പല വ്യക്തികളെയും വിളിക്കുമ്പോൾ അവരുടെ വിളി, അവരെ ഒരുക്കുന്ന രീതി, അത് എന്ത് ഉത്തരവാദിത്വമാണ് അവരെ ഏൽപ്പിക്കുന്നത് അതിനോട് അനുബന്ധിച്ചായിരിക്കുമെന്ന് നമുക്ക് വേദപുസ്തക ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ദൈവം യെശയ്യാവിനെ വിളിക്കുന്നു, ഏലിയാവിനെ ദൈവം തൻ്റെ ദൗത്യത്തിനായിട്ട് വിളിക്കുന്നു, ദാവീദിനെ ദൈവം ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കാൻ വേണ്ടി വിളിക്കുന്നു. അതുപോലെ ദൈവം പലരെയും വിളിക്കുമ്പോൾ അവരുടേതായ ദൗത്യത്തെ അവർക്ക് മനസ്സിലാക്കുവാനും അതിനുവേണ്ടി അവരെ പൂർണ്ണമായിട്ടും സജ്ജമാക്കുവാനും അവർക്ക് വേണ്ട എല്ലാ പിൻബലവും നൽകിക്കൊണ്ട്, ശരിയായ പരിശീലനം അവർക്ക് നൽകിക്കൊണ്ട്, ശരിയായ നിർദ്ദേശങ്ങൾ അവർക്ക് നൽകിക്കൊണ്ടാണ് ദൈവം ഒരു ദൗത്യം ഏൽപ്പിക്കുന്നത്. അങ്ങനെ മോശയെയും ദൈവം വിളിക്കുന്ന ഒരു വിളിയാണ് നമ്മൾ ആദ്യം കാണുന്നത്. ആ വിളി വളരെ വ്യത്യസ്തവും വളരെ ശ്രദ്ധിക്കപ്പെടുന്നതുമാണ് എന്ന് നമുക്ക് അറിയാം. മോശയുടെ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് മിദ്യാനിൽ തൻ്റെ അമ്മാവിയപ്പൻ്റെ ആടുകളുമായിട്ട് ഹോരേബ് പർവ്വതത്തിൽ ആടുകളെ മേയ്ക്കുവാൻ പോകുന്ന സമയത്താണ് വളരെ അത്ഭുതകരമാവുന്ന ഒരു കാഴ്ച മോശയ്ക്ക് കാണുവാൻ കഴിഞ്ഞത്. അത് ആകസ്മികമായിട്ട് ഉണ്ടായതോ അല്ലെങ്കിൽ സാന്ദർഭികമായിട്ട് മോശ കണ്ടതോ ഒരു കാര്യമല്ല. നമുക്കറിയാം, ഒരിക്കലും അങ്ങനെ ഒരു സംഭവം അവിടെ സാധാരണ രീതിയിൽ ഉണ്ടാവുകയില്ല. മോശ ശ്രദ്ധിക്കുന്നത് ഒരു മുൾപടർപ്പ് അത് അഗ്നിയിൽ അല്ലെങ്കിൽ തീ കത്തുന്നതായിട്ടാണ്. പക്ഷെ അതിൽ മോശ അത്ഭുതപ്പെടുത്തിയത് ആ മുൾപടർപ്പ് തീയിലാണെങ്കിലും ആ മുൾപടർപ്പ് വെന്തു പോകുന്നില്ല എന്നതാണ്. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ മഹനീയ സാന്നിധ്യം, ദൈവത്തിൻ്റെ വിളി എന്താണ് എന്ന് ഒരു വ്യക്തിക്ക് വ്യക്തമായിട്ട് തിരിച്ചറിയണമെങ്കിൽ ആ വ്യക്തിയുടെ പൂർണ്ണമായ ശ്രദ്ധയും തൻ്റെ ചിന്തയും തൻ്റെ ആലോചനയൊക്കെ ആ ഒരു കാര്യത്തിലേക്ക് പൂർണ്ണമായിട്ട് കടന്നു വരണം. ഈ ഒരു ചിത്രം അല്ലെങ്കിൽ ഒരു കാഴ്ച മോശയെ വളരെ ചിന്തിപ്പിക്കുവാനിടയായി തീർന്നു. മുൾപടർപ്പ് കത്തുന്നു, എന്നാൽ ആ മുൾപടർപ്പ് വെന്തു പോകുന്നില്ല. ഇതെന്താണ്, എങ്ങനെ സംഭവിക്കുന്നത് എന്ന് നോക്കുവാൻ മോശ അടുക്കലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ വിളി മോശയ്ക്കുണ്ടാവുന്നു. മാത്രമല്ല, ആ മുൾപടർപ്പിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ ഉള്ളതുകൊണ്ട് മോശയെ അത് മനസ്സിലാക്കി കൊടുക്കുവാൻ മോശയുടെ കാലിലെ ചെരുപ്പ് അഴിച്ചു മാറ്റുക
എന്ന് ദൈവം മോശയോട് ആവശ്യപ്പെടുന്നു. ഈ കത്തുന്ന മുൾപ്പടർപ്പിൻ്റെ കാഴ്ചയും മോശ നിൽക്കുന്ന ആ സ്ഥലത്തിൻ്റെ ആ സമയത്തെ പ്രത്യേകതയും താൻ എവിടെയാണ് അല്ലെങ്കിൽ ആരുടെ മുൻപിലാണ് നിൽക്കുന്നത് എന്ന് വ്യക്തമായിട്ട് മോശയെ മനസ്സിലാക്കി കൊടുക്കുവാൻ ദൈവം ഈ ഒരു അവസരം ഉപയോഗിക്കുകയാണ്. അപ്പോൾ മോശയെ വിളിക്കുമ്പോൾ മോശയുടെ ജീവിതത്തിൽ ആദ്യം ഉണ്ടാവുന്ന ഒരു വലിയ അല്ലെങ്കിൽ ഒരു സംഭവമാണ്, അല്ലെങ്കിൽ താൻ കാണുന്ന അല്ലെങ്കിൽ താൻ സാക്ഷീകരിക്കുന്ന ഒരു വലിയ സംഭവമാണ് ഈ കത്തുന്ന മുൾപ്പടർപ്പ് എന്ന് പറയുന്നത്. പലപ്പോഴും ദൈവം വിളിക്കുമ്പോൾ ദൈവം വിളിച്ചിട്ടുള്ള പലരും ആ വിളിയിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ദൈവം അവരെ ആ ദൗത്യം ഏൽപ്പിച്ച് അവരെ കൊണ്ടത് ചെയ്യിക്കുന്നതായിട്ട്, പൂർത്തീകരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ മോശയുടെ ദൗത്യവും അങ്ങനെ തന്നെയാണ്. ദൈവം മോശയെ വിളിച്ച് മോശ മുൾപ്പടർപ്പിൻ്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ തന്നെ വിളിച്ചത് ആരാകുന്നുവെന്നും താൻ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്നും മോശയ്ക്ക് തിരിച്ചറിയുവാനും ആ ശബ്ദം കേൾക്കുവാനും മോശയ്ക്കിടയായി തീർന്നു. നാം ചിന്തിക്കുന്ന ഒരു കാര്യം, ദൈവം നമ്മളെ വിളിക്കുമ്പോൾ ആ വിളി നാം പിന്തുടർന്ന് ദൈവത്തിൻ്റെ ആലോചന പ്രകാരം ദൈവം നടത്തുന്ന വഴികളിൽ നാം നടക്കുമ്പോൾ എന്താണ് ദൈവം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുവാനോ നമ്മളെ കൊണ്ട് പൂർത്തീകരിക്കുവാനോ ആഗ്രഹിക്കുന്നത്, അത് നാം ചെയ്യുകയും ആ വഴിയിൽ നാം മുൻപോട്ട് പോവുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സമൂലമായ ഒരു മാറ്റം സംഭവിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനും, ദൈവം വിളിച്ച എല്ലാവരുടെയും ജീവിതത്തിൽ ഇത്തരത്തിലുള്ള വലിയ മാറ്റങ്ങൾ സംഭവിച്ച് ദൈവം അവരെ ദൈവിക പദ്ധതികൾക്കായിട്ട് ഉപയോഗിക്കുവാനിടയായി തീർന്നുവെന്ന് നമ്മൾ കാണുന്നു. ഒരുപക്ഷെ ദൈവം വിളിക്കുമ്പോൾ നമുക്ക് നമ്മുടേതായ പല കാരണങ്ങളോ അസൗകര്യങ്ങളോ ഒഴിവൊഴിവുകളൊക്കെ ഉണ്ടാവാം. പക്ഷേ എന്താണ് ദൈവം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നാം മനസ്സിലാക്കി ആയിരിക്കില്ല നാം നമ്മുടേതായ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ നമ്മൾ ദൈവമുമ്പാകെ അവതരിപ്പിക്കുന്നത്. എന്നാൽ പലപ്പോഴും അത് സന്തോഷമായിട്ട് സ്വീകരിക്കുകയും നാം അത് ഉൾക്കൊള്ളുകയും അതിന് പ്രകാരം ദൈവം നമ്മളെ നടത്തുന്ന വഴികളിൽ നാം മുൻപോട്ട് യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ നമ്മളെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ ദൈവത്തിന് സാധിക്കും. പ്രയാസങ്ങളോ പ്രതിസന്ധികളോ മറ്റ് പ്രശ്നങ്ങളോ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴും മോശയുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ദൈവം മോശയെ വഴി നടത്തിയത്, മോശയിലൂടെ ദൈവത്തിന് ജനത്തെ വഴി നടത്തിയത്, അതുപോലെ നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ ദൈവം നമ്മളെ വഴി നടത്തുവാൻ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ട് എന്ന് മോശയെ ഉറപ്പിക്കുവാനാണ്, അല്ലെങ്കിൽ മോശയെ അറിയിക്കുവാനാണ് ദൈവം ആ ഒരു സന്ദർഭം അവിടെ ഉപയോഗിച്ചത് എന്ന് നമ്മൾ കാണുന്നു. നാം അടുത്ത ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ, ജൂലൈ 6 ഞായറാഴ്ച ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ കത്തുന്ന മുൾപ്പടർപ്പിൻ്റെ തുടർ അനുഭവം നമ്മളവിടെ കാണുകയാണ്. നമ്മൾ മനസ്സിലാക്കുന്നത്, മോശ മിദ്യാനിലേക്ക് ഓടിപ്പോയതിന് ശേഷം അവിടെ ഒരു സാധാരണ ലളിത ജീവിതം മോശ നയിക്കുകയും മിദ്യാനിലെ പുരോഹിതൻ്റെ മകളെ വിവാഹം കഴിച്ച് 2 കുഞ്ഞുങ്ങൾ മോശയ്ക്കുണ്ടാവുന്നു. ഗർഷോം, എലിയാസ്. അങ്ങനെ ആ ജീവിതത്തിൽ മോശ ഒരു ആട്ടിടയൻ്റെ ജോലി ഏറ്റെടുത്തുകൊണ്ട് തൻ്റെ ജീവിതം ആ മിദ്യാനിൽ ചെലവഴിക്കുമ്പോൾ ഒരു സാധാരണ ജീവിതമാണ് മോശ നയിച്ചതെങ്കിലും
ആ കാലഘട്ടത്തിലെ അവിടുത്തെ ജീവിതത്തിൽ അനേക കാര്യങ്ങൾ മോശയ്ക്ക് മനസ്സിലാക്കുവാൻ, പഠിക്കുവാൻ ഇടയായി തീർന്നു. ഈ പുരോഹിതനിൽ നിന്ന്, അവിടുത്തെ ജീവിതത്തിൽ നിന്ന്, മോശയുടെ അനുഭവങ്ങളിൽ നിന്ന്, ദൈവവുമായിട്ടുള്ള സമ്പർക്കത്തിൽ നിന്ന്, പ്രത്യേകിച്ച് പിന്നീട് മോശ രചിച്ച വിശുദ്ധ വേദപുസ്തക ഗ്രന്ഥങ്ങളിൽ നാം കാണുന്ന അനേക കാര്യങ്ങൾ ഈ കാലയളവിൽ മോശയ്ക്ക് ലഭിച്ചതും മോശയ്ക്ക് മനസ്സിലാക്കുവാനും കഴിഞ്ഞതാണ് എന്ന് നമുക്ക് അറിയാം. ഒരു പ്രശ്നങ്ങളുമില്ലാതെ, അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളില്ലാതെ, ഒരു ദൗത്യമില്ലാതെ ഒരു സാധാരണ ജീവിതമായിരുന്നില്ല മോശയോട് നയിച്ചത്. കാരണം ദൈവം മോശയെ മിദ്യാനിലേക്ക് അയക്കുവാൻ ഇടയായി തീർന്നത്, അല്ലെങ്കിൽ മോശ മിദ്യാനിലേക്ക് കടന്നു പോകാൻ ഇടയായി തീർന്നത്, അതിനുശേഷം താൻ ഏറ്റെടുക്കുവാൻ ദൈവം നിശ്ചയിച്ച ഒരു ദൗത്യം ഏറ്റെടുത്ത് ആ ഒരു ഉത്തരവാദിത്വം വഹിക്കുവാനുള്ള ഒരു പ്രാപ്തിയും അതിനുള്ള ആത്മബലവും അതിനുള്ള ശക്തിയും വിശ്വാസവും ദൈവത്തിൽ ആശ്രയവുമൊക്കെ മോശയ്ക്ക് ഉണ്ടാക്കുവാനുമാണ്. ഗോത്രപിതാക്കന്മാരിലൂടെ ദൈവം വാഗ്ദത്തം ചെയ്ത ആ ഒരു വലിയ രക്ഷയുടെ അനുഭവം, ഒരു രക്ഷാമാർഗം, അതിനെക്കുറിച്ച് മോശയ്ക്കും അറിവുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുമാത്രമല്ല, പലപ്പോഴും മോശയോട് ദൈവം സംസാരിക്കുമ്പോൾ ഞാൻ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാകുന്നു എന്ന് പറഞ്ഞാണ് ദൈവത്തെ മോശയ്ക്ക് പരിചയപ്പെടുത്തുന്നതും. അപ്പം ആ ഗോത്രപിതാക്കന്മാർക്ക് ദൈവം നൽകിയ വാഗ്ദത്തം, അവരോട് സംസാരിച്ചതായ കാര്യങ്ങൾ, അത് മോശയ്ക്കും മനസ്സിലാക്കുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് പലപ്പോഴും ഗോത്രപിതാക്കന്മാരെ ഓർമ്മപ്പെടുത്തി, അല്ലെങ്കിൽ അവരുടെ വാക്കുകൾ അല്ലെങ്കിൽ അവരുടെ പേരുകൾ പറഞ്ഞുകൊണ്ട് ദൈവത്തെ പരിചയപ്പെടുത്തുമ്പോൾ, ദൈവം മോശയോട് സംസാരിക്കുമ്പോൾ ആ ഒരു രക്ഷാപദ്ധതിയുടെ പ്രാധാന്യവും അത് എങ്ങനെയാണ് ദൈവം നടത്തുവാൻ പോകുന്നത് എന്ന് പൂർണ്ണമായിട്ടും ഗ്രഹിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും ഇപ്പോൾ തൻ്റെതായ ഒരു ദൗത്യം ദൈവം തൻ്റെ ജനത്തെ വിടുവിക്കുന്നതിൽ നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ നൽകുവാൻ പോകുന്നു എന്ന് മോശയ്ക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ തിരിച്ചറിയുവാനും അഗ്നിയുടെ ആ ഒരു സാന്നിധ്യം, അല്ലെങ്കിൽ ആ ഒരു കാഴ്ച ദൈവം ആരാകുന്നു എന്ന് മോശയ്ക്ക് ഒന്നുകൂടി വ്യക്തമാക്കുവാനും അത് സഹായിച്ചു എന്ന് മാത്രമല്ല, ദൈവത്തിൻ്റെ വിശുദ്ധി, ദൈവത്തിൻ്റെതായ ശക്തി, ദൈവത്തിൻ്റെതായ മഹത്വം മോശയ്ക്ക് ആദ്യമായിട്ട് ആ കത്തുന്ന മുൾപ്പടർപ്പിൻ്റെ അനുഭവത്തിൽ നിന്ന് ഗ്രഹിക്കുവാൻ കഴിഞ്ഞു എന്ന് നമുക്ക് അറിയാം. ഒരു കത്തുന്ന തീയുടെ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ ദൂതൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വാക്കുകൾ മോശ കേൾക്കുമ്പോൾ തനിക്ക് ദൈവം നൽകുവാൻ പോകുന്ന ആ ഉത്തരവാദിത്വം, അല്ലെ തൻ്റെ പിതാക്കന്മാർക്ക് ദൈവം നൽകിയ വാഗ്ദത്തം, അവരോട് ചെയ്ത ഉടമ്പടികൾ, അപ്പം അതിനെക്കുറിച്ച് ചിന്തിക്കുവാനും അതിൽ മോശയ്ക്കുള്ള പങ്ക് എന്താണെന്ന് മോശയെ ഓർമ്മപ്പെടുത്തുവാനും ഈ കത്തുന്ന മുൾപ്പടർപ്പിൻ്റെ അനുഭവം മോശ സഹായിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ദൈവം മോശയെ ഏൽപ്പിക്കാൻ പോകുന്ന ദൗത്യം എന്താണ് എന്ന്, ആ ഒരു വഴി, അതിലേക്കുള്ളൊരു പ്രവേശനം ദൈവം ഈ ഒരു അനുഭവത്തിലൂടെ മോശയ്ക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ, കാണിച്ചു കൊടുക്കുമ്പോൾ
എത്ര വ്യത്യസ്തമായ ഒരു അനുഭവത്തിലൂടെയാണ് ദൈവം മോശയുമായിട്ട് ആദ്യം സന്ധിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം ആ ഒരു ദൈവമായിട്ടുള്ളൊരു അഭിമുഖം തന്നെ വളരെ വ്യത്യസ്തമായ ഒരു അനുഭവത്തിലേക്കാണ് മോശയെ നയിച്ചത്. അത് അത്ഭുതമായിട്ടും വിസ്മയമായിട്ടും തനിക്ക് പെട്ടെന്ന് ഗ്രഹിക്കുവാൻ കഴിയാത്തതും തനിക്ക് താൻ നിൽക്കുന്ന ഇടം അല്ലെങ്കിൽ താൻ എവിടെയാണ് നിൽക്കുന്നത് എന്നൊരു തിരിച്ചറിവ് പ്രത്യേകമായിട്ട് മോശയ്ക്ക് നൽകുവാനും ഒക്കെ ഈ ഒരു കത്തുന്ന മുൾപ്പടർപ്പിൻ്റെ അനുഭവം മോശയെ സഹായിച്ചു. അതുകൊണ്ട് തന്നെ ദൈവം തന്നെ വിളിച്ച് അല്ലെങ്കിൽ തന്നെ ഏൽപ്പിക്കുവാൻ അല്ലെങ്കിൽ തന്നോട് സംസാരിക്കുവാൻ പോകുന്ന കാര്യം എന്താണെന്ന് പൂർണ്ണമായി ഗ്രഹിച്ചില്ലെങ്കിലും തനിക്ക് തൻ്റെ ജീവിതത്തിൽ ചില ഉത്തരവാദിത്തങ്ങൾ ദൈവം നൽകുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് ഈ ഒരു അനുഭവത്തിൽ, ഈ ഒരു അവസരത്തിൽ മോശയ്ക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ തീർച്ചയായിട്ടും മനുഷ്യൻ്റെ പാവകരമായ ജീവിതം, നമ്മുടെ ഓരോരുത്തരെയും പാവകരമായ ജീവിതം, ആ ഒരു ജീവിതാവസ്ഥയിൽ നിന്ന് നമുക്കുള്ളൊരു വിമോചനം, നമുക്കുള്ളൊരു വിടുതൽ, അത് നമുക്ക് ഉറപ്പാക്കുവാൻ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലും നാം ദൈവത്തെ കണ്ടുമുട്ടേണ്ട, ദൈവമായിട്ട് സംസാരിക്കേണ്ട, ദൈവമായിട്ട് അഭിമുഖമായിട്ട് നമുക്ക് വരേണ്ട സന്ദർഭങ്ങൾ ജീവിതത്തിൽ തീർച്ചയായിട്ടും അനിവാര്യമാണ്. അതാണ് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾക്ക് കാരണമായി തീരുന്നത്. അപ്പം അത്തരത്തിൽ നമുക്കും ദൈവമായിട്ട് അഭിമുഖത്തിൽ കടന്നു വരുവാനും ദൈവ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയുവാനും അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നിന്നൊരു വ്യത്യാസമുണ്ടായിട്ട്, ഒരു പരിവർത്തനമുണ്ടായിട്ട്, നമുക്കും നമ്മുടെ കടന്നു വന്ന പാതകളിൽ നിന്ന് നമുക്ക് മാറി ദൈവം കാണിക്കുന്ന പാതയിലേക്ക്, വഴിയിൽ നമുക്ക് സഞ്ചരിപ്പാനും ദൈവത്തോടു കൂടെ നമുക്ക് നടക്കുവാനും നാം ചിന്തിക്കുന്നുവെങ്കിൽ തീർച്ചയായും ദൈവത്തിന് നമ്മളെ ദൈവത്തിൻ്റെ കരങ്ങളെടുത്ത് ഉപയോഗിക്കുവാൻ കഴിയും. അത്തരത്തിലുള്ളൊരു അനുഭവത്തിലേക്ക് ദൈവം മോശയെ കൊണ്ടുവരുന്നു എന്ന് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയും. നമ്മടുത്ത ഭാഗം ജൂലൈ 7 തിങ്കളാഴ്ച ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന തലക്കെട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം വായിക്കുന്നത് മുൾപ്പടർപ്പിൽ കർത്താവിൻ്റെ ദൂതൻ മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു എന്നാണ്. ഇപ്പോൾ കർത്താവിൻ്റെ ദൂതൻ എന്ന് പറയുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിൽ പല ഇടങ്ങളിലും കർത്താവിൻ്റെ ദൂതൻ, യഹോവയുടെ ദൂതൻ, അങ്ങനെ ഉള്ള പദപ്രയോഗങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഇപ്പോൾ ദൂതൻ എന്ന് പറയുന്നത് ഒരു ദൂതുമായിട്ട് വരുന്ന ഒരു വ്യക്തിയാണ് ദൂതൻ എന്ന് പറയുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മൾ മലാഖമാരെ ദൈവത്തിൻ്റെ ദൂതനായിട്ട് കാണുന്നു. പലപ്പോഴും ഈ ദൂതുവാഹകർ മലാഖമാരോ അല്ലെങ്കിൽ ഇവൻ പലപ്പോഴും മനുഷ്യരോ ആയിട്ടുണ്ട് എന്ന് നമുക്ക് വേദപുസ്തകത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ദൈവം ഒരു ദൗത്യമായിട്ട് അയക്കുന്ന വ്യക്തികൾ ആരായിരുന്നാലും, അത് മാലാഖമാരാവട്ടെ, അല്ലെങ്കിൽ കർത്താവ്, അല്ലെങ്കിൽ മനുഷ്യരാവട്ടെ, അല്ലെങ്കിൽ ദൈവം നേരിട്ട് തൻ്റെ ശബ്ദത്തിലൂടെ അല്ലെങ്കിൽ തൻ്റെ വാക്കുകളിലൂടെ മനുഷ്യൻ സംസാരിക്കട്ടെ, ഇതൊക്കെ ദൈവത്തിൻ്റെ ഒരു ദൂത് മറ്റുള്ളവരിലേക്ക് നൽകുന്നതിനുള്ള മാർഗങ്ങളായിട്ട് ദൈവം ഉപയോഗിക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെയും ദൈവത്തിൻ്റെ ദൂതൻ അല്ലെ കർത്താവിൻ്റെ ദൂതൻ മോശയ്ക്ക് മുൾപ്പടർപ്പിൽ പ്രത്യക്ഷമായി എന്നാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും മലാഖിയുടെ പുസ്തകം 3-ാം
ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു എന്നാണ്. അതുപോലെ നാം സഖറിയാവിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ ന്യായാധിപന്മാരുടെ പുസ്തകം 2:1 വായിക്കുമ്പോൾ അവിടെയും യഹോവയുടെ ഒരു ദൂതൻ എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ വീണ്ടും സഖറിയ പുസ്തകത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ യോശുവ യഹോവയുടെ ദൂതൻ്റെ മുമ്പിൽ നിൽക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെയൊക്കെ നാം കാണുന്ന യഹോവയുടെ ദൂതൻ അത് പലപ്പോഴും ദൈവത്തിൻ്റെ ദൂതനോ അല്ലെങ്കിൽ മനുഷ്യരോ അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തു തന്നെ ആവുന്നു എന്ന് നമ്മൾ അറിയുന്നു. അപ്പം ഇവിടെ പാഠത്തിൽ നൽകിയിരുന്നത് പിതാവിൻ്റെ വചനം നമ്മെ അറിയിക്കാൻ വന്ന ദൈവത്തിൻ്റെ ദൂതനാണ് യേശു എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും ഈ കർത്താവിൻ്റെ ദൂതൻ എന്ന് പറയുന്നത് മലാഖമാരും മനുഷ്യരും അതുപോലെ കർത്താവായ യേശുക്രിസ്തു തന്നെ ആണ് അല്ലെങ്കിൽ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കർത്താവിൻ്റെ ദൂതൻ അവിടെ മോശയോട് മുൾപ്പടർപ്പിൽ നിന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ അവിടെ ദൈവം തൻ്റെ ജനത്തെ അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തെ തൻ്റെ ജനം എന്ന് അഭിസംബോധന ചെയ്താണ് മോശയോട് സംസാരിക്കുന്നത്. അപ്പോൾ എൻ്റെ ജനം എന്ന് പറയുമ്പോൾ ഇസ്രായേൽ ജനത്തോട് യഹോവ ദൈവത്തിന് എത്രമാത്രം സ്നേഹം വാത്സല്യം അവരോട് ദൈവത്തിന് തോന്നി, ദൈവത്തിനുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ആ ജനത്തെ അവരുടെ ജീവിതത്തിൽ നിന്ന്, അവരുടെ അടിമത്തത്തിൽ നിന്ന് നമ്മൾ മനപ്പാട് വാക്യത്തിൽ വായിച്ചപ്പോൾ അവിടെ നമ്മൾ വായിച്ചതുപോലെ അത്രമാത്രം കഷ്ടത നിറഞ്ഞ ആ ജീവിതത്തിൽ നിന്ന് അവരെ വിടുവിക്കുവാനായിട്ട് ദൈവം ഇവിടെ മോശയ്ക്ക് പ്രത്യക്ഷമായിക്കൊണ്ട് മോശയോട് സംസാരിക്കുന്നു. ഇപ്പോൾ നമ്മൾ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നു, അതിനാൽ ഇപ്പോൾ പോകൂ, എൻ്റെ ജനമായ ഇസ്രായേലിയരെ മിസ്രൈമിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ഞാൻ നിന്നെ ഫറവോൻ്റെ അടുക്കലേക്ക് അയക്കുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം കർത്താവിൻ്റെ ദൂതൻ മുൾപ്പടർപ്പിൽ മോശയ്ക്ക് പ്രത്യക്ഷമായിട്ട് തൻ്റെ ജനത്തോടുള്ള സ്നേഹത്തെയും കരുതലിനെയും അവരോട് എത്രമാത്രം വാത്സല്യം ദൈവത്തിനുണ്ട് എന്ന് ദൈവം മോശയോട് സംസാരിക്കുമ്പോൾ അവരെ എൻ്റെ ജനം എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് അവരെൻ്റെ മക്കളാവുന്നു, എൻ്റെ ജനമാവുന്നു എന്ന് സംസാരിച്ചുകൊണ്ട് ആ ജനത്തിനടുക്കിലേക്ക് കടന്നു പോകുവാൻ ഒരു ദൗത്യമായിട്ട് അവരുടെ മുമ്പിലേക്ക് അല്ലെങ്കിൽ അവരുടെ അടുക്കിലേക്ക് ചെല്ലുവാൻ ഈ ഭാഗത്ത് ആ കർത്താവിൻ്റെ ദൂതൻ അല്ലെങ്കിൽ ദൈവം മോശയോട് സംസാരിക്കുകയാണ്. അപ്പോൾ അത് മോശയെ സംബന്ധിച്ച് ഈ ഒരു കാര്യം ദൈവം സംസാരിക്കുമ്പോൾ മോശ ചിന്തിക്കുന്നത്, ഈ ഒരു വലിയ ദൗത്യം ഏറ്റെടുക്കുവാൻ ഞാൻ ആരാണ്, അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ കഴിയും? മോശ വാസ്തവത്തിൽ ഫറവോൻ്റെ കൊട്ടാരത്തിൽ കുറച്ച് നാൾ കഴിഞ്ഞു. ഫറവോൻ്റെ പുത്രിയുടെ മകനെന്ന പേര് ഒക്കെ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും മോശയുടെ ജീവിതത്തിൽ അതൊന്നും അല്പം പോലും പ്രാധാന്യമുള്ള ഒരു കാര്യമായിരുന്നില്ല. അപ്പം അതുകൊണ്ടാണല്ലോ മോശ ഫറവോൻ്റെ കൊട്ടാരത്തിലെ സുഖത്തേക്കാൾ ദൈവത്തിൻ്റെ ജനത്തോടു കൂടിയുള്ള കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുക്കുവാൻ ഇടയായിത്തീർന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ദൈവം മോശയോട് സംസാരിക്കുമ്പോൾ എൻ്റെ ജനം എന്നവരെ അഭിസംബോധന ചെയ്യുമ്പോൾ ഈ മോശയ്ക്കും ഉള്ളിൽ ഈ ഇസ്രായേൽ ജനത്തോട് എത്രമാത്രം സ്നേഹം അല്ലെങ്കിൽ അവരെക്കുറിച്ച് എത്രമാത്രം കരുതലുള്ള വ്യക്തിയാണ് എന്ന് ആ മിസ്രൈമിനും ഒരു ഇസ്രായേൽ അല്ലെങ്കിൽ വ്യക്തിയുമായിട്ടുള്ള ഒരു തർക്കത്തിൽ മോശ ഇടപെടുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ്. എത്രമാത്രം തൻ്റെ ജനത്തോട് അല്ലെങ്കിൽ തൻ്റെ സഹോദരങ്ങളോട് മോശയ്ക്ക് കരുതലും അല്ലെങ്കിൽ സ്നേഹവുമുള്ള വ്യക്തിയാണ്. ഒരുപക്ഷെ ദൈവം മോശയിൽ കണ്ടിട്ടുള്ള അനേക കാര്യങ്ങളിൽ ഒന്ന് അത് തന്നെ ആയിരിക്കാം, തൻ്റെ ജനത്തെ നയിക്കുവാൻ, തൻ്റെ ജനത്തെ അടിമത്തിൽ നിന്ന് വിടുവിക്കുവാൻ മോശ അതിന് ഏറ്റവും അനുയോജ്യനായ ഒരു വ്യക്തി ആണ്. അപ്പം അതുകൊണ്ട് ദൈവം മോശ ഇവിടെ ആശ്ചര്യപ്പെടുന്നത്, എന്താണ് ദൈവം എന്നെ വിളിച്ച്
എന്നെ അല്ലെങ്കിൽ ഏൽപ്പിക്കുന്ന ഈ ഉത്തരവാദിത്വം. അപ്പം ഞാനത് ചെയ്യുവാൻ എത്രമാത്രം പ്രാപ്തനാണ്, ശക്തിയുള്ളവനാണ്, എനിക്ക് എത്രമാത്രം കഴിവ് ആ കാര്യത്തിലുണ്ട്. കാരണം മോശ ചിന്തിക്കുമ്പോൾ, മോശ മിസ്രൈമിൽ നിന്ന് ഓടി മിദ്യാനിലെത്തി. അവിടെ താനൊരു സാധാരണ സ്ത്രീ വിവാഹം കഴിച്ചു. അവർ 2 കുഞ്ഞുങ്ങളുണ്ടായി. അവരെ നോക്കി കുടുംബകാര്യങ്ങൾ ശ്രദ്ധിച്ച് ഒരു ആട്ടിടയൻ്റെ ജോലി മിദ്യാൻ നിർവഹിച്ചുവെങ്കിലും നിരന്തരമായ ദൈവത്തിൻ്റെ സമ്പർക്കം, അതുപോലെ തൻ്റെ അമ്മാവയ്യപ്പനായ യിത്രോവിൻ്റെ സഹവാസം, താൻ ലഭിച്ചിട്ടുള്ള അറിവുകൾ, താൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ എത്രമാത്രം മോശയെ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ദൈവത്തോട് അടുപ്പിക്കുവാനും ദൈവികമായ ആലോചനകൾ മനസ്സിലാക്കുന്നതിനും ദൈവം തൻ്റെ അല്ലെങ്കിൽ ഗോത്രപിതാക്കന്മാരിലൂടെ കൊടുത്ത അല്ലെങ്കിൽ വാഗ്ദത്തങ്ങളും അവരോട് ചെയ്ത ഉടമ്പടികളും ഗ്രഹിക്കുവാൻ മോശയ്ക്ക് ഇടയായി തീർന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാര്യത്തിന് ദൈവം മോശയെ വിളിക്കുമ്പോൾ മോശയ്ക്ക് വളരെ ആശ്ചര്യം തോന്നുവാനും അതിൽ ഒരു പ്രയാസം അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത്, എനിക്കത് കഴിയുമോ എന്നുള്ളൊരു ചിന്ത പെട്ടെന്ന് മോശയുടെ മനസ്സിലേക്ക് വരുവാൻ കാരണം ഇത്തരം കാര്യങ്ങൾ മോശയ്ക്ക് അറിയാം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. നമ്മുടെ അടുത്ത ഭാഗത്തേക്ക് ജൂലൈ 8 ചൊവ്വാഴ്ച ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ കർത്താവിൻ്റെ നാമം എന്നതാണ്. ഈ കർത്താവിൻ്റെ നാമം എന്ന് പറയുന്നത് നമുക്കറിയാം, അനേക പേരുകളാൽ ദൈവത്തെ അറിയപ്പെടുന്നുണ്ട്. പഴയ നിയമ ഭാഗങ്ങളിൽ ദൈവത്തിന് അനേക പേരുകൾ നൽകപ്പെട്ടിട്ടുണ്ട്. ഈ പേര് നൽകിയത് ആരാണ്? മനുഷ്യർ അല്ലെ ദൈവത്തിൻ്റെ ജനം പല സന്ദർഭങ്ങളിലായിട്ട് ദൈവത്തെ വിളിച്ച, ദൈവത്തെ അഭിസംബോധന ചെയ്യുവാൻ ഉപയോഗിച്ച പദങ്ങളാണ് ദൈവത്തിൻ്റെ പേരുകളായിട്ട് പലതും നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം അവിടെ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ കർത്താവിൻ്റെ നാമമായിട്ട് ഈ ഒരു ചിന്ത ഇവിടെ വരാൻ കാരണം, മോശെ ഇസ്രായേൽ ജനത്തിൻ്റെ അടുക്കലേക്ക് കടന്നു പോകുവാൻ ദൈവം ആവശ്യപ്പെടുമ്പോൾ മോശയോട് ന്യായമായൊരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. അപ്പം ആരെന്നെ അയച്ചു എന്ന് ഇസ്രായേൽ ജനവും അതുപോലെ ഫറവോനും ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയണം? ഇപ്പം എന്നെ അയക്കുന്ന ആരാണ് എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയണം. അല്ല, എന്നെ അയക്കുന്നത് ആരാണ്? അയക്കുന്നവർ അയക്കുവാൻ എത്രമാത്രം അതിന് അധികാരമുള്ളവരും അത് ചെയ്യുവാൻ അല്ലെങ്കിൽ ബാധ്യത ഉള്ളവരുമാണ്, അല്ലെങ്കിൽ ഒരു ദൗത്യം എന്നെ ഏൽപ്പിക്കുവാൻ എത്രമാത്രം ആ കാര്യത്തിൽ പൂർണ്ണ ഉത്തരവാദിത്വമുള്ള വ്യക്തി ആണ്, ആ ഉത്തരവാദിത്വത്തിൻ്റെ അടിസ്ഥാനം എന്താണ്, അങ്ങനെയാണെങ്കിൽ ആരാണ് എന്നെ അയക്കുന്നത് എന്ന് ഇസ്രായേൽ ജനവും ഫറവോനും ചോദിച്ചാൽ ഞാൻ എന്ത് ഉത്തരം അവർക്ക് അല്ലെങ്കിൽ അവരോട് പറയും എന്ന് മോശ ചോദിക്കുന്നത് തികച്ചും സ്വാഭാവികമാണ്. കാരണം എന്നെ അയച്ചത് ഒരു ശബ്ദമാണ് എന്ന് പറയുവാൻ കഴിയില്ല. ഞാനൊരു അഗ്നി കണ്ടു, ഒരു തീ കത്തുന്നത് കണ്ടു, ഞാൻ അവിടുന്ന് കേട്ട അല്ലൊരു കാര്യമാണ്, അല്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നത് എന്ന് പറയുവാൻ മോശയ്ക്ക് ഒരു വ്യക്തത പോരായിരുന്നു എന്ന് തോന്നുന്നു. അതുകൊണ്ട് എന്നെ അയച്ചത് ഇന്ന അല്ലെങ്കിൽ ആളാണ്, അല്ലെ ഇന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ എന്നെ അയച്ചത് ദൈവമാണ്, അവൻ്റെ നാമം ഇതാണ് എന്ന് പറയുവാൻ, വ്യക്തമായിട്ട് അവരോട് സംസാരിക്കുവാൻ മോശയ്ക്ക് ഒരു പേര് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പേര് എന്താണ് എന്ന് അവരോട് പറയുവാൻ മോശയ്ക്ക് ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് മോശ അവിടെ നിന്ന് ഞാൻ ആര് എന്നെ അയച്ചു എന്ന് ചോദിച്ചാൽ ഞാൻ ആരയച്ചു എന്ന് ഉത്തരം പറയണം എന്ന് യഹോവയോട് ചോദിച്ചപ്പോൾ നമുക്കറിയാം അവിടെ പറയുന്നത് ഞാനാകുന്നവൻ ഞാനാകുന്നു. അപ്പം നമുക്കറിയാം ദൈവത്തിന് ആരാണ് പേര് കൊടുക്കുന്നത്, അല്ലേ? അപ്പോൾ ദൈവത്തിന് ആരാണ് പേര് കൊടുക്കുന്നത്? അപ്പോൾ ദൈവം അനാദിയായിട്ട് ഉള്ള ദൈവമാണ്, അവൻ അനാദിയായും ശാശ്വതമായുമുള്ള ദൈവമാണ്. അപ്പം അതുകൊണ്ട്
അനേക വ്യക്തികൾ അല്ലെങ്കിൽ മനുഷ്യർ ദൈവത്തിന് അനേക സന്ദർഭങ്ങളിൽ നൽകിയ നാമങ്ങൾ അവർ ദൈവത്തെ വിളിക്കുവാനും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പേരായിട്ടും അവർ കരുതുകയും അവർ പറയുകയും ചെയ്തു. അപ്പം നമുക്ക് തന്നെ അറിയാം, യാക്കോബ് ദൈവത്തിനെ ബഥേലിൻ ദൈവം എന്ന് വിളിക്കുന്നുണ്ട്. അങ്ങനെ അനേക പേരുകൾ യാഹോവയുണ്ട്. അതുപോലെ നമ്മൾ പാഠത്തിൽ കാണുന്ന യഹേജ് അല്ലെങ്കിൽ അഷേർ എന്ന് പറയുന്ന ഞാനാവുന്നു എന്ന് പറയുന്ന പേരുണ്ട്. അതുപോലെ അനേക പേരുകൾ ദൈവത്തെ സംബന്ധിച്ച് നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാൻ സാധിക്കും. അപ്പം ഇവിടെ കർത്താവിൻ്റെ നാമം എന്ന് പറയുന്നത് നമുക്കറിയാം, അത് യഹോവ സംസാരിക്കുന്നു, ദൈവം സംസാരിക്കുന്നു, ഞാനാവുന്നു എന്നാണ്. ഇവിടെ യാഹ്വേ എന്ന അല്ലെങ്കിൽ യഹോവ എന്ന ദൈവത്തിൻ്റെ നാമം അവിടുന്ന് നാം മനസ്സിലാക്കുമ്പോൾ, അല്ലെ ഞാനാവുന്നു എന്ന് പറയുന്ന ആ ദൈവത്തിൻ്റെ ആ പേരിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, ദൈവം വ്യക്തിത്വമുള്ള ദൈവമാണെന്നും തൻ്റെ ജനത്തിൻ്റെ ദൈവമാണെന്നും ഉടമ്പടിയുടെ ദൈവമാണെന്നും അവിടുന്ന് മനുഷ്യൻ്റെ അല്ലെങ്കിൽ ജനങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു ദൈവമാണെന്നും അവരോട് ഏറ്റവും അടുപ്പമുള്ള ഒരു ദൈവമാണെന്നും ഈ പേരിൽ നമുക്ക് മനസ്സിലാക്കുന്നു. അപ്പം ഇവിടെ ദൈവം ആരാകുന്നു, ദൈവത്തിൻ്റെ നാമം എന്താകുന്നു, അല്ലെങ്കിൽ കർത്താവിൻ്റെ നാമം എന്താകുന്നു എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ വ്യാപ്തിയോ ആ പേരിൻ്റെ പൂർണ്ണമായ അർത്ഥമോ ആ പേരിൻ്റെ മഹത്വമോ ഇന്ന് നമ്മൾ മനുഷ്യർക്ക് പേരിട്ട് മനസ്സിലാക്കുകയോ വിളിക്കുകയോ ചെയ്യുന്നത് പോലെ ആ പേരിൻ്റെ അർത്ഥം പോലെ നമുക്ക് ദൈവത്തിൻ്റെ ഒരു നാമമോ ദൈവത്തിൻ്റെ പേരോ നമുക്ക് നിർവചിക്കുവാനോ പറയുവാനോ നമുക്ക് കഴിയില്ല. കാരണം സകല ചരാചരങ്ങളുടെയും സൃഷ്ടിയായ ഈ ലോകത്തിൻ്റെ സൃഷ്ടാവായ ദൈവത്തിൻ്റെ നാമം എന്ന് പറയുന്നത് മറ്റ് ഏതൊരു നാമം പോലും നമുക്കെടുത്ത് ഉപയോഗിക്കുവാനോ അത്തരത്തിൽ നമുക്ക് അതിനെ മനസ്സിലാക്കുവാനോ ചിന്തിക്കുവാനോ കഴിയുന്ന ഒന്നല്ല. ഇവിടെ പറയുന്നത്, ഇപ്പോൾ ദൈവത്തിൻ്റെ നാമം എന്ന് പറയുന്നതോ അല്ലെ ദൈവത്തിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നതോ ഒരു നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു ഒരു സാധാരണ രീതിയല്ല. അപ്പോൾ തീർച്ചയായും നാം ഇവിടെ മനസ്സിലാക്കുന്നത് ദൈവത്തിൻ്റെ നാമം അല്ലെങ്കിൽ കർത്താവിൻ്റെ നാമം എന്ന് പറയുന്നത് ആ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയിലേക്ക് മറ്റുള്ളവരെ നാം ആനയിക്കുകയും ആ ദൈവത്തിൻ്റെ സ്നേഹത്തിലും രക്ഷാപദ്ധതിയിലും വീണ്ടെടുപ്പിലും അംഗങ്ങളായിരിക്കാൻ തക്കവണ്ണം മറ്റുള്ളവരെ നമ്മൾ പഠിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഈ ദൈവത്തിൻ്റെ നാമം എന്നതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ആ നാമം എന്ന് പറയുന്നത് അതിനുവേണ്ടിയുള്ളതായിരിക്കണമെന്ന് നമ്മളിവിടെ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ മറ്റ് നാമങ്ങൾ പോലെ ദൈവത്തിൻ്റെ നാമം അല്ലെങ്കിൽ കർത്താവിൻ്റെ നാമം എന്ന് പറയുമ്പോൾ അത് സാധാരണ ഉരുവിടുവാനുള്ളൊരു ഒരു പേരോ അല്ലെങ്കിൽ ഒരു മന്ത്രോച്ചാരണം പോലെ പറയുന്ന ഒരു പേരോ അല്ല. അതിലുപരിയായിട്ട് ദൈവത്തിൻ്റെ നാമം എന്ന് പറയുന്നത് മനുഷ്യരുടെ ഏറ്റവും അടുപ്പമുള്ള, അവരെ വീണ്ടെടുക്കുന്ന, മനുഷ്യനോട് അല്ലെങ്കിൽ മനുഷ്യൻ്റെ ജീവിതത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന, മനുഷ്യനെ സ്നേഹിക്കുന്ന, മനുഷ്യൻ്റെ രക്ഷാപദ്ധതിയിൽ അല്ലെങ്കിൽ രക്ഷാപദ്ധതി മനുഷ്യന് വേണ്ടി ഒരുക്കിയ, മനുഷ്യനോട് സഹതാപം കാണിക്കുന്ന, മനുഷ്യനോട് അല്ലെങ്കിൽ ക്ഷമ കാണിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത് എന്ന് നാം മനസ്സിലാക്കുന്നതാണ് തീർച്ചയായിട്ടും കർത്താവിൻ്റെ നാമം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ കർത്താവ് പറയുന്നത് ഞാനാവുന്നു എന്നാണ്. അപ്പോൾ അതിനപ്പുറമായിട്ട് കർത്താവിൻ്റെ നാമത്തിന് മറ്റും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം യഹോവയാവുന്നു, ഞാനാവുന്നു. അതിന് അപ്പുറമായിട്ടൊരു കാര്യവും മനുഷ്യർക്കല്ല നമുക്ക് പറയുവാനോ അല്ലെങ്കിൽ അതിനോട് കൂട്ടിച്ചേർക്കുവാനോ അതിന് വിശദീകരണം കൊടുക്കുവാനോ അതിനർത്ഥം കൽപ്പിക്കാനോ നമുക്ക് കഴിയില്ല എന്നും കൂടി നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ മോശയോട് സംസാരിക്കുമ്പോൾ എന്നെ അയച്ചവൻ ആരാകുന്നു എന്ന് ചോദിക്കുമ്പോൾ ദൈവം പറഞ്ഞത് ഞാനാവുന്നു എന്ന്, അല്ലെങ്കിൽ ഞാനാവുന്നവൻ ആവുന്നു എന്നെ അയച്ചത് എന്ന് അവരോട് പറയുക എന്നാണ്.
ഇപ്പോൾ കർത്താവിൻ്റെ നാമം എന്ന് പറയുന്നത് നമുക്കറിയാം, ഏവർക്കും രക്ഷിക്കപ്പെടുവാനും രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാനും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മുടെ രക്ഷിതാവായിട്ട് ദൈവത്തെ സ്നേഹിക്കുവാൻ മറ്റുള്ളവരെ നമ്മൾ പഠിപ്പിക്കുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നതാണ് ദൈവത്തിൻ്റെ നാമം ആയിട്ട് നമ്മൾ ഉപയോഗിക്കുകയും അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുകയും ചെയ്യുന്നത് എന്ന് നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ ജൂലൈ 9 ബുധനാഴ്ച വരുമ്പോൾ അവിടെ മോശ ദൈവത്തോട് ചില ഒഴിവ് കഴിവുകൾ പറയുന്നുണ്ട്. നമ്മൾ നേരത്തെ ചിന്തിച്ചതുപോലെ ഒരു ദൗത്യം ദൈവം മോശയെ ഏൽപ്പിച്ചപ്പോൾ പലപ്പോഴും നാം ഓരോരുത്തരും പലപ്പോഴും പെരുമാറുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ സ്വീകരിക്കുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ പ്രതികരിക്കുന്ന പോലെ തന്നെ ഇവിടെയും ചില പ്രയാസങ്ങൾ, ചില ബുദ്ധിമുട്ടുകൾ, ചില ഒഴിവുകൾ മോശ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തോട് അറിയിക്കുകയാണ്. അപ്പോൾ ദൈവം മോശയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്ത ദൗത്യത്തിൽ നിന്ന് ഒഴിഞ്ഞ് മാറുവാൻ മോശ ശ്രമിക്കുന്നു. കാരണം മോശയ്ക്കത് ഏറ്റെടുത്ത് ചെയ്യുവാൻ കഴിയുമോ? ഫറവോന് മുൻപിൽ ഈ ഒരു ദൗത്യമായിട്ട് പോയി നിൽക്കാൻ കഴിയുമോ? ഫറവോൻ അല്ലെങ്കിൽ മോശയെ സ്വീകരിക്കുമോ? മോശ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമോ എന്ന് ഒരു സംശയം മോശയുടെ ഉള്ളിലുണ്ടായിരുന്നു. അത് മോശ ചിന്തിക്കുവാൻ കാരണം, മോശ എന്ന് പറയുന്നൊരു വ്യക്തി തനിച്ച് അല്ലെങ്കിൽ ഏകനായിട്ട് ഒരു കേവല മനുഷ്യനായിട്ട് ഈ ഒരു വലിയ ദൗത്യമായിട്ട് ഫറവോൻ്റെ സന്നിധിയിൽ എങ്ങനെ ചെല്ലുവാൻ കഴിയും? അങ്ങനെ ചെന്നാൽ തന്നെ ഫറവോൻ എങ്ങനെ സ്വീകരിക്കും? ഫറവോൻ അതിനെ എങ്ങനെ പ്രതികരിക്കും എന്ന് ഫറവോന് സംശയമുണ്ടായിരുന്നു. മാത്രമല്ല, ഇപ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെന്ന് അവരോട് ഈ ഒരു കാര്യം സംസാരിക്കുമ്പോൾ അവരെ സഹായിപ്പാൻ വേണ്ടി മോശ മിസ്രൈമിലായ സമയത്ത് കടന്നു ചെന്നപ്പോൾ മോശയോട് ആദ്യം തന്നെ മോശയോട് ചോദിച്ചത്, നിന്നെ ഞങ്ങൾക്ക് പ്രഭുവും ന്യായപതിയും ആക്കിയവനാർ എന്നാണ്. അപ്പോൾ ഒരു സാധാരണമായ ഒരു കാര്യത്തിൽ മാത്രം ഒരു പ്രത്യേക പദവിയോ പ്രത്യേക സ്ഥാനമോ ഉത്തരവാദിത്വമൊന്നും ഇല്ലാതെ ആ ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിലുണ്ടായിരുന്ന ഒരു പ്രശ്നം പരിഹരിക്കുവാനും അവർ തമ്മിലുണ്ടായിരുന്ന ഒരു ശണ്ട ശമിപ്പിക്കുവാനും അവരെ സഹോദരങ്ങളായിട്ട് ഒരുമിപ്പിക്കുവാനോ ശ്രമിച്ചപ്പോൾ അവരുടെ പക്ഷത്ത് നിന്ന് ആദ്യം ഉണ്ടായ ചോദ്യം, നിന്നെ ഞങ്ങൾക്ക് പ്രഭുവോ ന്യായപതിയോ ആക്കിയവൻ ആരാണ്? അപ്പം അങ്ങനെ ചോദിച്ച ജനത്തിൻ്റെ അടുക്കിലേക്ക് വലിയ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട്, ഒരു വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് കടന്നു ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും ഈ ജനം എന്നെ കേൾക്കുവാനോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ് ശ്രവിക്കുവാനോ അല്ലെങ്കിൽ മനസ്സുണ്ടാവുമോ എന്നത് മോശ തീർച്ചയായിട്ടും സംശയിക്കുന്നത് സ്വാഭാവികമാണ്. എന്നാൽ തന്നെ ഈ ദൗത്യം ഏൽപ്പിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വം ആ കത്തുന്ന മുൾപ്പടർപ്പിൻ്റെ ഒരു അനുഭവം കണ്ടുവെങ്കിലും തുടർന്നുള്ള തൻ്റെ ഈ ഉത്തരവാദിത്വത്തിൽ, തൻ്റെ ദൗത്യത്തിൽ എത്രമാത്രം എങ്ങനെയൊക്കെയാണ് ഈ ദൈവം പ്രവർത്തിക്കുന്നത്, ഇടപെടുന്നത്, അല്ലെങ്കിൽ തൻ്റെ കൂടെ നിൽക്കുന്നത് എന്നൊരു പക്ഷേ ആ സമയത്ത് മോശയ്ക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കാം സ്വാഭാവികമായിട്ട് ഈ ഒരു സംശയം മോശയ്ക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ വാസ്തവം പറഞ്ഞാൽ ഫറവോൻ്റെ അടുക്കൽ മോശ അയക്കുമ്പോൾ 1-2 വീര്യപ്രവൃത്തികൾ ദൈവം മോശയുടെ മുമ്പാകെ മോശയെ കൊണ്ട് അല്ലെങ്കിൽ ചെയ്യിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ഇത് മറ്റൊന്നുമല്ല, തന്നെ അയക്കുന്ന ദൈവം അല്ലെങ്കിൽ മുൾപ്പടർപ്പ് കത്താതെ ഒരു അഗ്നിയുടെ സാന്നിധ്യത്തിൽ മോശയോട് സംസാരിച്ച ആ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ദൈവം ആരാകുന്നു, അല്ലെ ദൈവത്തിൻ്റെ പ്രവൃത്തി എന്താകുന്നു എന്ന് മോശ മനസ്സിലാക്കുവാനാണ് പ്രത്യേകിച്ച് തൻ്റെ കയ്യിലുള്ള വടി തറയിലേക്ക് ഇടാൻ പറയുമ്പോൾ അത് പാമ്പായി മാറുന്നതും അല്ലെ സർപ്പമായിരുന്നതും തിരികെ ആ വടി എടുക്കുമ്പോൾ അത് വടിയായിട്ട് തന്നെ മാറുന്നതും, അതുപോലെ തൻ്റെ കൈ തൻ്റെ മാറിലിടുമ്പോൾ അത് കുഷ്ഠമുള്ളതായി മാറുന്നതും വീണ്ടും തിരിച്ചിടുമ്പോൾ അത് ഭേദമാവുകയും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സാധാരണ തരത്തിൽ അല്ലെ സാധാരണ നിലയിൽ ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ചെയ്യാൻ കഴിയാത്തതാണ് എന്ന് മോശയെ മനസ്സിലാക്കി കൊടുക്കുവാനും, അപ്പം ഇത് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവമാണ് മോശയെ ഫറവോൻ്റെ അടുക്കിലേക്ക് ഈ ദൗത്യമായിട്ട്
അയക്കുന്നത് എന്ന് മോശ ചിന്തിക്കുന്നതിന് വേണ്ടിയാണ് ഈ രണ്ട് കാര്യങ്ങൾ മോശയ്ക്ക് അല്ലെങ്കിൽ മോശയോട് ചെയ്യുവാൻ പറഞ്ഞിട്ട് മോശയെ ഫറവോൻ്റെ അടുക്കലേക്ക് അയക്കുവാൻ ദൈവം തീരുമാനിക്കുന്നത്. എങ്കിലും മോശയ്ക്ക് സ്വാഭാവികമായിട്ടും ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. അത് ദൈവമുമ്പാകെ മോശ പറയുകയാണ്. അത് നമ്മൾ ഈ പാഠത്തിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, ഞാൻ ആരാണ് എന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ദൗത്യം ഏറ്റെടുക്കുവാൻ, അല്ലെങ്കിൽ ഈ ഒരു വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ അല്ലെ എനിക്കുള്ള പ്രാപ്തി, എനിക്കുള്ള കഴിവ്, അല്ലെങ്കിൽ എനിക്കുള്ള അതിനുള്ള അല്ലെങ്കിൽ പ്രാവീണ്യം, അല്ലെ എനിക്കുള്ള അറിവ് എത്രമാത്രമാണ്, അല്ലെ എത്രയുണ്ട്, ഞാൻ എത്രമാത്രം അതിന് കഴിയുന്നൊരു വ്യക്തിയാണ് എന്നതാണ്. അതുപോലെ അവർ എന്നെ വിശ്വസിച്ചില്ലെങ്കിൽ ഞാൻ എന്തു ചെയ്യും? അതുപോലെ എന്നെ അയക്കുന്ന ദൈവം ആരാണെന്ന് അവർക്കെങ്ങനെ മനസ്സിലാക്കുവാൻ കഴിയും? എന്നെ അയക്കുന്നത് യഹോവയാവുന്നു എന്ന് യഹോവയോട് സംസാരിച്ചു, ഞാനത് മനസ്സിലാക്കി, ഞാനാവുന്നു എന്ന് അവരോട് പറയണം എന്ന് പറയുമ്പോഴും വാസ്തവം പറഞ്ഞാൽ അവർക്കതെങ്ങനെ ഗ്രഹിക്കുവാൻ, അവർക്കതെങ്ങനെ മനസ്സിലാക്കുവാൻ കഴിയും? അതുമാത്രമല്ല, ഞാൻ പറയുന്ന കാര്യങ്ങൾ അവർ വിശ്വസിച്ചില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? കാരണം നമുക്കറിയാം, നമ്മളൊരു കാര്യം ഒരു വ്യക്തിയോടോ അല്ലെങ്കിൽ ഒരു സമൂഹത്തോടോ സംസാരിക്കുമ്പോൾ അവർക്കത് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ തുടർന്ന് നമുക്ക് എന്തെങ്കിലും പറയുവാനോ ചെയ്യുവാനോ കഴിയുള്ളൂ. അപ്പം അതവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ തുടർന്നൊന്നും ചെയ്യുവാൻ കഴിയില്ല. അപ്പം മോശ ചിന്തിക്കുന്നത്, മോശ കടന്നു ചെന്ന് ഈ ഇസ്രായേൽ ജനത്തോട് എന്നെ യഹോവ അയച്ചു, നിങ്ങളെ ഈ അടിമത്തിൽ നിന്ന് വിടുവിപ്പാൻ യഹോവ അല്ലെങ്കിൽ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കുവാൻ അവർക്ക് മനസ്സില്ലെങ്കിൽ തുടർന്ന് മറ്റൊന്നും പറയുവാൻ കഴിയില്ല, പറയുന്ന കാര്യങ്ങൾക്ക് പ്രയോജനമില്ല എന്ന് മനസ്സിലാക്കുന്നത്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം മോശ പറയുന്നത്, ഞാൻ മറ്റുള്ളവരെ പോലെ വാചാലനായി സംസാരിക്കുവാൻ എനിക്ക് കഴിവില്ല. ഇപ്പോൾ മോശ തടിച്ച നാവുള്ള വ്യക്തി ആയതുകൊണ്ട് തനിക്ക് സംസാരിക്കുവാൻ പ്രയാസമുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് കാര്യങ്ങൾ അതുപോലെ ഇസ്രായേൽ ഫറവോനോടോ അത് പറഞ്ഞ് ഫലിപ്പിക്കുവാൻ അല്ലെങ്കിൽ അത് ശരിയായ രീതിയിൽ സമർത്ഥിക്കുവാൻ എനിക്ക് കഴിയുമോ എന്നുള്ള ഒരു കാര്യമുണ്ടായിരുന്നു, ഒരു സംശയമുണ്ട്. അപ്പം ഇങ്ങനെ ഒരു 4 ഒഴിവഴികൾ മോശ ദൈവത്തിന് മുമ്പിൽ പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ടും മോശ എന്ന് പറയുന്ന ആ വ്യക്തിയെ സംബന്ധിച്ച് അത് ഒരു തെറ്റായ കാര്യമോ അല്ലെങ്കിൽ മോശയുടെ ഭാഗത്ത് അങ്ങനൊരു കാര്യം ഉണ്ടാവാൻ പാടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അത്തരം ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് ദൈവം മോശയെ, നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുന്ന ഒരു കാര്യം, നാം ഓരോരുത്തരും എന്താകുന്നു എന്ന് നാം അറിയുന്നതിലുപരിയായിട്ട് നമ്മിൽ ഉള്ള എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു ദൈവമുണ്ട്. അപ്പോൾ നമ്മളെ ദൈവം തീർച്ചയായിട്ടും ഓരോ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുകയോ ഓരോ കാര്യങ്ങൾക്ക് നമ്മളെ അല്ലെങ്കിൽ ദൈവം വിളിച്ചാക്കുകയോ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നാം ആയിരിക്കുന്ന ഓരോ ജീവിത സാഹചര്യങ്ങൾ നമ്മൾ ആയിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നാം നമ്മെ മനസ്സിലാക്കുന്നതിൽ നമ്മുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്ന ഉപരിയായിട്ട് നമ്മളെ പൂർണ്ണമായിട്ടും അറിയുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ ഹൃദയത്തെ അറിയുന്ന, നമ്മുടെ കഴിവുകളെ അറിയുന്ന, നമ്മുടെ സാധ്യതകളെ അറിയുന്ന, നമ്മുടെ പശ്ചാത്തലങ്ങളെ അറിയുന്ന, നമ്മുടെ ചുറ്റുപാടുകളെ അറിയുന്ന ഒരു ദൈവം, നമ്മളെക്കാൾ ഉപരിയായിട്ട് മുഴുവൻ പൂർണ്ണമായിട്ട് അറിയുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്നത് നാം ഒരിക്കലും മറന്നു പോകരുത്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ വരുമ്പോൾ നമ്മൾ നിരാശപ്പെട്ടു പോകുവാനും പെട്ടെന്ന് തളർന്നു പോകാനൊക്കെ കാരണം നമ്മളെ അറിയുന്ന അല്ലെങ്കിൽ നമ്മുടെ എല്ലാ ചുറ്റുപാടുകളെയും മനസ്സിലാക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്ന ഒരു അറിവ് പലപ്പോഴും നമ്മളെ ബലപ്പെടുത്തുവാനോ പലപ്പോഴും നമ്മളെ അല്ലെങ്കിൽ ധൈര്യപ്പെടുത്തുവാനോ കഴിയാതെ പോകുന്നുണ്ടാണ് നമ്മൾ പലപ്പോഴും പല ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് പിന്മാറുന്നതും പല കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുക്കാതിരിക്കുന്നതും പല കാര്യങ്ങൾ നമ്മൾ വിട്ടുപോകുന്നതും അതുകൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും മോശയെ സംബന്ധിച്ച് മോശ ചിന്തിക്കുമ്പോൾ താൻ ആനോട് ആട്ടിടയൻ അല്ലെങ്കിൽ മിദ്യാൻ വന്ന് താമസിക്കുന്നു, ഒരു ഭാര്യ 2 കുഞ്ഞുങ്ങൾ, ഒരു കുടുംബസ്ഥനായ ഒരു വ്യക്തിയായിട്ട് ജീവിക്കുമ്പോൾ ഇതുപോലെയുള്ള ഒരു വലിയ ഉത്തരവാദിത്തത്തിലേക്ക് കടന്നു പോകാൻ അല്ലെങ്കിൽ ആ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുവാൻ താൻ എത്രമാത്രം പ്രാപ്തനും ശക്തനും എത്രമാത്രം അതിന് കഴിവുള്ള വ്യക്തിയാണെന്ന് ചിന്തിക്കുന്നത് മോശയെ സംബന്ധിച്ച് സ്വാഭാവികമാണ്. പക്ഷെ അവസാനം മോശ 5ാമത്തെ ഒരു കാര്യം കൂടി ദൈവത്തിന് മുമ്പാകെ പറയുന്നുണ്ട്. അത് പറയുന്നത് മറ്റൊന്നുമല്ല, ഇത്രയും കാര്യങ്ങൾ ദൈവത്തിന് മുമ്പാകെ മോശ നിരത്തുമ്പോഴും ദൈവത്തിന് മോശയോട് അനിഷ്ടം തോന്നുന്നുണ്ട് എന്ന് നമുക്ക് അവിടെ വേദഭാഗത്ത് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് വീണ്ടും മോശ ചോദിക്കുകയാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ട്, എനിക്ക് കർത്താവെ ദയവായി എനിക്ക് പകരം മറ്റൊരാളെ അയക്കണമേ എന്ന് അവിടെ പറയുകയാണ്. പക്ഷെ നമുക്കറിയാം വിശുദ്ധ വചനത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ ദൈവം ഓരോരുത്തരെയും ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ അവർ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിക്കുവാൻ ദൈവത്തിന് സാധിക്കും. അതിന് ഒരു പ്രയാസവും ദൈവത്തിന് ഇല്ല, കാരണം അത് ദൈവത്തിന് സാധ്യമാണ്. അപ്പോൾ നമുക്കറിയാം യോനയുടെ അനുഭവം നമുക്കറിയാം അല്ലേ. അപ്പോൾ യോന വാസ്തവം പറഞ്ഞാൽ ദൈവം ഏൽപ്പിച്ച ഒരു ദൗത്യത്തിൽ പിന്മാറി അവിടുന്ന് രക്ഷപ്പെട്ടു പോകുവാൻ യോന ആഗ്രഹിച്ചു. പക്ഷേ ആ ദൗത്യം യോനയെക്കൂടെ തന്നെ ദൈവം ചെയ്യിച്ചു. പക്ഷേ ചെയ്യിച്ചപ്പോൾ
ദൈവം ആദ്യം ഉദ്ദേശിച്ചിരുന്ന, അല്ലെങ്കിൽ ആദ്യം ഒരുപക്ഷെ ദൈവം ആഗ്രഹിച്ചിരുന്ന വിധത്തിലായിരുന്നില്ല ആ യോനയുടെ അനുഭവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ മോശവാസം പറഞ്ഞാൽ ഈ ഒരു 4 ഒഴിവഴികൾ പറയുമ്പോൾ ദൈവം അത് കേൾക്കുന്നു. പക്ഷേ മോശയുടെ ആ വാക്കുകളിൽ ദൈവത്തെ അന്വേഷണം തോന്നി. കാരണം മാത്രമല്ല, ദൈവത്തെ അനുസരിക്കുക, ദൈവം പറയുന്ന കാര്യങ്ങൾ ഏറ്റെടുക്കുക എന്നത് മനുഷ്യൻ്റെ ഉത്തരവാദിത്വവും മനുഷ്യൻ്റെ ദൗത്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് മോശ അവസാനം ചോദിക്കുമ്പോൾ മോശയോട് ദൈവം പറയും, നമുക്കറിയാം, നിനക്ക് സംസാരിക്കാൻ കഴിയില്ല എങ്കിലും, നിനക്ക് വാചാലനായി മറ്റുള്ളവരെ സംസാരിക്കാൻ കഴിയില്ലെങ്കിലും നിന്റെ നാവായിട്ട് ഞാൻ നിന്റെ സഹോദരനെ നിന്റെ കൂടെ അയക്കും. അവിടെയും മോശയ്ക്ക് ഒരു പിന്തുണ കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ഒരു ധൈര്യം കൊടുത്തുകൊണ്ട് ആ ഒരു കാര്യത്തിൽ നിനക്ക് പ്രയാസപ്പെടുവാൻ അല്ലെങ്കിൽ നിനക്ക് വിഷമിക്കേണ്ട ആവശ്യമില്ല. അത് തീർച്ചയായിട്ടും നിന്റെ സഹോദരൻ നിനക്ക് വേണ്ടി നിന്റെ നാവായിട്ട്, അവൻ നിന്റെ വായായിട്ട് സംസാരിക്കും. നിനക്ക് കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും. ആ നേതൃത്വം നിനക്ക് ഏറ്റെടുക്കുവാൻ, ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ നിനക്ക് കഴിയും എന്ന് മോശ വീണ്ടും ധൈര്യപ്പെടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ വീണ്ടും കടന്നു വരുമ്പോൾ പരിച്ഛേദന എന്ന ഭാഗം നമ്മൾ ജൂലൈ 10 വ്യാഴാഴ്ച കാണുന്നു. ഈ പരിച്ഛേദന നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് ദൈവം തൻ്റെ ജനത്തിന് കൊടുത്ത ഒരു അടയാളമാണ്. ദൈവമക്കൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണ് അല്ലെങ്കിൽ വ്യത്യസ്തരാണ് എന്നവരെ വേർതിരിച്ച് കാണിക്കുവാൻ, അല്ലെങ്കിൽ ഒരു വേർതിരിവിൻ്റെ, ഒരു വേർപാടിൻ്റെ, ഒരു വ്യത്യസ്തതയുടെ അനുഭവമാണ് പരിച്ഛേദന എന്ന് പറയുന്നത്. ഇത് ഒരു ഉടമ്പടിയാണ്, അല്ലെങ്കിൽ ഇതൊരു ദൈവത്തിൻ്റെ ജനം ദൈവമായിട്ട് ചെയ്യുന്ന ഒരു ഉടമ്പടി മാത്രമല്ല, അത് ദൈവത്തിൻ്റെ ജനമാണ് എന്നവരെ മനസ്സിലാക്കുന്നതിനുള്ള ഒരു അടയാളം കൂടിയായിട്ട് ഈ പരിച്ഛേദന കാണുന്നുണ്ട്. അപ്പം അതിൽ നാം മനസ്സിലാക്കുന്ന ഒരു കാര്യം, നാം തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവ മക്കളായി നമുക്ക് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നാം എന്താണ് ചെയ്യേണ്ട കാര്യങ്ങൾ, നാം എന്തൊക്കെ കാര്യങ്ങൾ അനുവർത്തിക്കണം, നാം എന്തൊക്കെ കാര്യങ്ങൾ പാലിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അതിൽ നിന്ന് വർജിക്കണം. ഇത് തീർച്ചയായിട്ടും ഒരു ദൈവവേലനെ സംബന്ധിച്ച് തൻ്റെ ജീവിതത്തിൽ ഒരു ദൈവത്തിൻ്റെ പൈതലെ തന്നെ മാറ്റുവാൻ തീരുമാനിക്കുമ്പോൾ, ഒരു ദൈവത്തിൻ്റെ പൈതലെ നമ്മൾ മാറുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ട്. ഇതിപ്പോൾ നമുക്കറിയാം, ദൈവത്തിൻ്റെ ജനത്തിന് ആദ്യമായിട്ട് ദൈവം പരിച്ഛേദന ഒരു അടയാളമായിട്ട് നൽകി. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ അപ്പോസ്തലൻ പൗലോസ് പറയുന്നത് പോലെ നമ്മൾ ഹൃദയത്തിന് പരിച്ഛേദനയുള്ളവരായിട്ടില്ലേ ഇത് ഈ നാളുകൾ, അല്ലെങ്കിൽ നമ്മൾ ഈ നമ്മുടെ ജീവിതത്തിൽ നാം ഇപ്പോൾ ചെയ്യുന്നത് തീർച്ചയായിട്ടും ശാരീരിക പരിച്ഛേദനയല്ല, അതുപരിയായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് പൗലോസ് പറയുന്ന പോലെ ഹൃദയത്തിന് പരിച്ഛേദന ഏറ്റവരായിട്ട്. അപ്പോൾ അത് എങ്ങനെ നമ്മൾ ഈ ലോകത്തിൽ നിന്ന് മാറി ജീവിക്കുന്നവരാണ്, ഈ ലോകത്തിന് ഉള്ളവരല്ല, ലോകത്തിൽ ഭിന്നമായിട്ട് നമുക്ക് ചിന്തിക്കുവാനും നമുക്ക് ജീവിക്കുവാനും നമ്മളെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഹൃദയത്തിൻ്റെ പരിച്ഛേദനയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഹൃദയത്തിന് പരിച്ഛേദനയുള്ളവരായിട്ട് ദൈവത്തിൻ്റെ മക്കളായി നമ്മൾ വേർതിരിച്ച് ദൈവസന്നിധിയിൽ നിർത്തുമ്പോഴാണ് ദൈവത്തിൻ്റെ മക്കളായിട്ട് നമ്മൾ തീരുന്നത്. അപ്പോൾ അതുപോലെ ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചും അവർ പരിച്ഛേദന ഏൽക്കണമെന്നത് ദൈവത്തിൻ്റെ നിയമമായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ഒരു കുടുംബത്തിലെ എല്ലാ വ്യക്തികളും അത് പരിച്ഛേദന ഏൽക്കണം. അപ്പോൾ ഇത് നമ്മൾ ചിന്തിക്കുന്നൊരു കാര്യമാണ്, അല്ലെങ്കിൽ നമ്മൾ അറിയുന്നൊരു കാര്യമുണ്ട്. അല്ലെങ്കിൽ വിശ്വാസ കുടുംബത്തിലെ, അല്ലെങ്കിൽ ഒരു സഭ, അല്ലെങ്കിൽ ഒരു സഭയിലായിരിക്കുന്ന ആ ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും, എല്ലാ വ്യക്തികളും സ്നാനമേൽക്കുക, സഭയോട് ചേരുക, ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കുക എന്നത് നമ്മൾ സാധാരണ കാണുന്നൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ കുടുംബത്തിലെ എല്ലാവരും സ്നാനമേറ്റിട്ടുണ്ടോ, അല്ലെ ഏറ്റവരാണോ, അല്ലെ സ്നാനം എടുക്കാൻ മനസ്സുള്ളവരാണോ, അല്ലെങ്കിൽ ഇഷ്ടമുള്ളവരാണോ എന്നൊക്കെ ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒരു വിശ്വാസ ഭവനമായി ജീവിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ദൈവത്തിൻ്റെ പൈതലിൻ്റെ കുടുംബമാകുമ്പോൾ ആ ഒരു കുടുംബത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബ ജീവിതത്തിൽ എല്ലാവരും പാലിക്കേണ്ടതായ പല കാര്യങ്ങളും ഉണ്ട്. ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുമ്പോൾ ആ ക്രിസ്തീയ ജീവിതത്തിൽ നാം അനുവർത്തിക്കേണ്ടതായ പല കാര്യങ്ങളും ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങളിൽ നമ്മുടേതായ പരസ്പരമുള്ള സ്നേഹത്തിൽ, സഹകരണത്തിൽ, വിട്ടുവീഴ്ചയിൽ, ക്ഷമയിൽ, അതുപോലെ വചനം പഠിക്കുന്നതിൽ, അതുപോലെ ദൈവിക കാര്യങ്ങൾ നമ്മൾ ഏർപ്പെടുന്നതിലൊക്കെ നമുക്ക് കുടുംബമായിട്ട് എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളും ഓരോരുത്തരുടെയും പ്രാപ്തിക്കൊത്തവണ്ണം, അല്ലെങ്കിൽ പ്രായത്തിനൊത്തവണ്ണം, കഴിവിനൊത്തവണ്ണം ചെയ്യാൻ പറ്റുന്ന അനേക കാര്യങ്ങളുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ നിയമം പാലിക്കുക, ദൈവവചനം പഠിക്കുക, ദൈവത്തിൻ്റെ ആലോചന പ്രകാരം ജീവിക്കുക, കുടുംബത്തിലൊരു നമുക്ക് ഒരു മാതൃക ഉണ്ടാകുക, ആ കുടുംബജീവിതം നമ്മൾ ഏറ്റവും ഭദ്രമാക്കി തീർക്കുക, അത് ദൈവസന്നിധിയിൽ വ്യവസ്ഥാപിതമായിരിക്കുക, അവിടെ നാം അനുവർത്തിക്കേണ്ടതായ കുടുംബ നിയമങ്ങളുണ്ട്, അല്ലേ? അപ്പോൾ അങ്ങനെ
അനേക കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കുന്നത് മോശ തൻ്റെ ഇളയ മകനെ ഈ പരിച്ഛേദന കഴിച്ചിരുന്നില്ല എന്നതാണ്. അപ്പോൾ തീർച്ചയായും നാം ദൈവസന്നിധിയിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയും ചെയ്യേണ്ട ആവശ്യമാണ്, ചെയ്യേണ്ടതുണ്ട്. അത് നമുക്ക് മാറ്റി വയ്ക്കുവാനോ വേണ്ടെന്ന് വയ്ക്കുവാനോ അത് നമ്മൾ സാരമില്ല എന്ന് വയ്ക്കുവാനോ നമുക്ക് കഴിയില്ല. കാരണം അത് ദൈവസന്നിധിയിൽ നാം എടുക്കുന്ന തീരുമാനങ്ങളാണ്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കുമ്പോൾ നാം ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നാം ചെയ്യുകയും അനുവർത്തിക്കുകയും അനുസരിക്കുകയും ചെയ്യുമ്പോഴാണ് തീർച്ചയായിട്ടും ആ ദൈവത്തിൻ്റെ പൂർണ്ണമായ നിയന്ത്രണത്തിന് കീഴിൽ നമ്മൾ ജീവിക്കുവാൻ കഴിയുന്നതും നമ്മളെ പൂർണ്ണമായിട്ടും നമ്മുടെ ജീവിതത്തിൽ നയിക്കുവാൻ ദൈവത്തിന് കഴിയുകയും ചെയ്യുന്നത് അങ്ങനെയുള്ള വ്യക്തികളെയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം അനുസരിക്കാതെയും ദൈവിക നിയമങ്ങൾ പാലിക്കാതെയും അല്ലെങ്കിൽ കുടുംബജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും ഇത്തരത്തിലുള്ളതായ നിർദ്ദേശങ്ങൾ, ഇത്തരത്തിലുള്ള ഉപദേശങ്ങൾ പാലിക്കാതെയും ജീവിക്കുന്ന ഒരു വ്യക്തികളെ നയിക്കുവാനോ അവരുടെ ജീവിതം നിയന്ത്രിക്കുവാനോ ദൈവത്തിന് കഴിയില്ല എന്നതാണ് നമ്മൾ ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പം മോശയെ സംബന്ധിച്ച് അപ്പോൾ മോശ അല്ലെ പരിച്ഛേദനയേറ്റു, മറ്റുള്ള കുടുംബത്തിൽ മറ്റുള്ളവർ അല്ലെ മറ്റ് ആൺമക്കൾ പരിച്ഛേദനയേറ്റപ്പോൾ തൻ്റെ ഒരു മകനെ പരിച്ഛേദന നടത്തുവാൻ മോശയ്ക്ക് കഴിഞ്ഞില്ല. അതിലൊരു പ്രതിസന്ധി മോശയുടെ ജീവിതത്തിൽ ഉണ്ടായി. അവിടെ തൻ്റെ ഭാര്യ ആ ഒരു കാര്യം നിർവഹിക്കുന്നതായിട്ട് നമ്മൾ അവിടെ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ നാം ഈ ഒരു ഭാഗം ചിന്തിക്കുന്നത് ഞാനീ പറഞ്ഞത് തന്നെയാണ്. കാരണം തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയും ചെയ്യണം. അപ്പോൾ ഒരു ഉദാഹരണം നമ്മൾ എടുക്കുമ്പോൾ വാസ്തവം പറഞ്ഞാൽ ദൈവം സോദോം ഗോമോറ നശിപ്പിക്കുന്ന സമയത്ത് ലോത്തിനെ അവിടുന്ന് രക്ഷിക്കുമ്പോൾ, അല്ലെ ലോത്തിനെ അവിടുന്ന് ദൈവത്തിൻ്റെ ദൂതന്മാർ ചെന്ന് പിടിച്ചിറക്കുമ്പോൾ ലോത്തിനോട് മലയിലേക്ക് ഓടിപ്പോകാൻ പറയുമ്പോൾ ലോത്ത് പറഞ്ഞു, എനിക്ക് അവിടെ ഓടിപ്പോകാൻ കഴിയില്ല, ഞാൻ തൊട്ടടുത്തുള്ള പട്ടണത്തിലേക്ക് ഓടിപ്പോകാം എന്ന് പറയും ദൂതന്മാർ ഒരു കാര്യം ലോത്തിനോട് പറയുന്നുണ്ട്. ഓക്കെ, നിനക്ക് അങ്ങനെ ചെയ്യാം, പക്ഷേ നീ അവിടെ ചെല്ലുന്നവരെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയില്ല. കാരണം ദൈവം പറയുന്ന കാര്യങ്ങൾ, ദൈവത്തിൻ്റെ ദൂതന്മാർ ദൈവം മുഖാന്തരം കൊടുത്ത കാര്യങ്ങൾ അനുസരിക്കാതെ ചെയ്യുന്ന ഒരു വ്യക്തിയെ മാത്രമേ പൂർണ്ണമായിട്ടും നിയന്ത്രിക്കുവാനും നയിക്കുവാനും ദൈവത്തിന് കഴിയൂ. അപ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ തീർച്ചയായിട്ടും നാം അങ്ങനെ ജീവിച്ചെങ്കിൽ മാത്രമേ നമ്മളെ നയിക്കുവാനും നമ്മുടെ ജീവിതത്തെ നിർത്തിക്കുവാനും ദൈവത്തിന് കഴിയൂ. നമ്മൾ സ്വന്തം തീരുമാനപ്രകാരം സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുമ്പോൾ, നാം സ്വന്തമായ കാര്യങ്ങൾ ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിന് ഒരിക്കലും നമ്മുടെ ജീവിതത്തെ നയിക്കുവാനും നിയന്ത്രിക്കുവാനും കഴിയില്ല. അപ്പോൾ ഇതൊരു വലിയ പാഠമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പാഠങ്ങൾ നമുക്ക് നൽകുന്നത് നമ്മൾ പുറപ്പാട് പുസ്തകം പഠിക്കുകയും അല്ലെ പരിച്ഛേദനയെക്കുറിച്ച് നമ്മൾ എന്താണ് മനസ്സിലാക്കുകയും ചെയ്യുന്ന പഴയ നിയമത്തിലെ കാര്യങ്ങളെക്കുറിച്ചല്ല, അല്ലെ പഴയ നിയമത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ആ കാര്യങ്ങളെക്കുറിച്ച് മാത്രമല്ല. അതിലുപരിയായിട്ട് ദൈവത്തിൻ്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ദൈവമക്കളോട് ജീവിക്കുമ്പോഴാണ് ദൈവത്തിന് പൂർണ്ണമായിട്ട് നമ്മളെ നയിക്കുവാനും നിയന്ത്രിക്കുവാനും കഴിയുന്നത്. ആ ദൈവത്തിൻ്റെ നിയന്ത്രണവും ആ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ അനുഗ്രഹവും നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിച്ചുകൊണ്ട് ദൈവം നമ്മളെ നയിക്കുവാൻ നാം അനുവദിച്ചു കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ദൈവത്തിൻ്റെ മക്കളായി ആ ദൈവത്തിന് കീഴിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ കടമകൾ നമ്മൾ അവഗണിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ നാം ഒരിക്കലും ദൈവത്തിൻ്റെ സന്നിധിയിൽ അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും സുരക്ഷിതരല്ല എന്ന് ഈ പാഠം നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കടമകളെ നാം മറന്നു പോകാതെ ആ കടമകൾ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മളതിന് കടമകൾ നിർവഹിച്ചുകൊണ്ട് നമ്മൾ ദൈവസന്നിധിയിൽ ദൈവിക നിയമപ്രകാരം ജീവിക്കുമ്പോഴാണ് നമ്മൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ചെറിയ മറവിൽ സുരക്ഷിതരായിട്ട് ജീവിക്കാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രിയ മക്കളെ, നമ്മൾ ഈ പാഠങ്ങളൊക്കെ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഇന്നത്തെ ആത്മീയ ജീവിതത്തിൽ, ഇന്നത്തെ ഈ ലോകത്തിൽ നാമും തീർച്ചയായിട്ടും ഒരു വാഗ്ദത്ത കനാലിലേക്ക് നമ്മൾ ഈ യാത്ര ചെയ്യുവാൻ നമ്മളുടെ ഒരുക്കത്തിൻ്റെ സമയത്തായിരിക്കുന്നത് ഇതിൻ്റെ മക്കളെ സംബന്ധിച്ച് ഈ ദൂതുകളൊക്കെ, ഈ മുന്നറിയിപ്പുകളൊക്കെ, ഈ ഉപദേശങ്ങളൊക്കെ, ഈ നിർദ്ദേശങ്ങളൊക്കെ നാം എങ്ങനെ അത് സ്വീകരിക്കുകയും എത്രമാത്രം നമ്മളത് അനുസരിക്കുകയും അത് എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥ്യമാക്കുകയും ചെയ്യുന്നു എന്ന് നമ്മളെ തന്നെ ആത്മശോധന ചെയ്തുകൊണ്ട്, പരിശോധന ചെയ്തുകൊണ്ട് ഈ നാളുകളിൽ കൂടുതൽ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ഇഷ്ടം ചെയ്ത് ദൈവത്തിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നിലനിൽപ്പാൻ തക്കോണം, ജീവിപ്പാൻ തക്കോണം, ദിനംതോറും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നമുക്ക് ബലപ്പെട്ടു വരുവാൻ, ദൈവത്തിൻ്റെ കൃപയിലായിത്തീരുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഈ പാഠപഠനത്തിൽ സംബന്ധിച്ച എല്ലാ ദൈവത്തിൻ്റെ മക്കളെയും, പ്രധാന ചെയ്യുന്ന കുടുംബങ്ങളെയും മറ്റ് പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ വഴികളിൽ, നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ, നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങളിൽ ദൈവം ധാരാളമായിട്ട് നിങ്ങളെ അനുഗ്രഹിച്ച് നിങ്ങളെ അവൻ ദയയിലും കണയിലും വഴി നടത്തട്ടെ എന്ന് ഞാൻ ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. വീണ്ടും നമുക്ക് ദൈവവചനമായിട്ട് കണ്ടുമുട്ടാം. അതുവരെയും കർത്താവ്
നമ്മളേവരെയും അവിടുത്തെ ചെറുവൻ മറവിൽ സൂക്ഷിച്ചു കൊള്ളട്ടെ എന്ന് ദൈവത്തോട് ആത്മാർത്ഥ പ്രാർത്ഥിക്കുന്നു. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. അടികളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, എന്നുള്ള ദൈവമേ, തിരുനാമത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഞങ്ങൾക്ക് വീണ്ടും ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ വചനം പഠിക്കുവാൻ അവിടുന്ന് തന്ന സമയത്തെ സ്തുതിക്കുന്നു. മോശയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വിളി, ദൈവത്തിൻ്റെ സാന്നിധ്യം അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ദൈവത്തിൻ്റെ വഴിയിൽ മുൻപോട്ട് പോകുവാൻ മോശ കാണിച്ച അനുസരണം, തൻ്റെ പ്രയാസങ്ങൾ ദൈവത്തോട് പറഞ്ഞുകൊണ്ട് ആ പ്രയാസങ്ങൾ ദൈവം സംശയം ദൂരീകരിച്ചുകൊണ്ട് മോശെ ബലപ്പെടുത്തി, ദൈവം ധൈര്യപ്പെടുത്തി ദൗത്യം ഏൽപ്പിച്ച് അത്തരത്തിൽ ദൈവപാദത്തിൽ മുൻപോട്ട് നടക്കുവാൻ അല്ലെങ്കിൽ നയിക്കുവാൻ, അല്ലെങ്കിൽ ദൈവം ഏറ്റെടുത്ത ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ദൈവസന്നിധിയിൽ ആയിരിക്കാൻ തക്കവണ്ണം മോശ കാണിച്ച നല്ല അനുസരണം, നല്ല മനസ്സ് ഓരോരുത്തരും ജീവിതത്തിൽ ഏൽപ്പിച്ചിരിക്കുന്നതായ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നതിലും പൂർത്തീകരിക്കുന്നതിലും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നതിലും ദൈവത്തിൻ്റെ മക്കളായി അവിടുത്തെ നിയമം അനുസരിച്ചുകൊണ്ട് കടമകളെ അവഗണിക്കാതെ ഓരോ കാര്യങ്ങളും തക്ക സമയങ്ങളിൽ പ്രവർത്തിക്കുന്നവരായിട്ടും ചെയ്യുന്നവരായിട്ടും ജീവിച്ച് ദൈവ അനുഗ്രഹം പ്രാപിച്ച് കർത്താവ് ഈ ലോകത്ത് അടിയങ്ങൾക്ക് നിലനിൽപ്പാൻ മാത്രമല്ല, കർത്താവിൻ്റെ വരവിന് വേണ്ടി അനേകരെ ഒരുക്കുവാനും ദൈവത്തിൻ്റെ വലിയ നാമം അനേകർക്ക് മുമ്പാകെ അടിയങ്ങൾക്ക് വിളിച്ചു പറയുവാനും ആ രക്ഷയിലേക്കും ആ സ്നേഹത്തിലേക്കും ആ നിത്യജീവങ്കിലേക്കും അനേകരെ കൂട്ടിച്ചേർക്കുവാനും അടിയങ്ങളുടേതായ ജീവിതത്തിലെ ഈ ലോകത്തിലെ പ്രവർത്തനങ്ങൾ അത് മുഖാന്തരമായി തീരുവാൻ ദൈവം അവിടുന്ന് സഹായിക്കണമേ. അവിടുന്ന് എല്ലാവരെയും ഇവിടുത്തെ കൃപയിൽ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണം. അവിടുത്തെ ആത്മാവിൻ്റെ ബലത്താൽ എല്ലാവരും അവിടുന്ന് വഴി നടത്തുകയും പരിപാലിക്കുകയും ചെയ്യണം. മാനമൊത്ത കഥാവി എടുത്തിട്ടിരിക്കണം. എല്ലാവരും ആ ജീവനെ തന്ന യേശു നാം ചോദിക്കുമ്പോൾ കൃപയുടെ നല്ല ദൈവമേ, ആമേൻ.